എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങൾ പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങൾ. വളരെ റാൻഡം ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക്, ഇത്രയും ബോധവും വിവരമില്ലാത്ത ആൾക്കാർ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരു ക്യാമറയും ഫോണും ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാമെന്നുള്ള രീതിയിലേക്ക് മലയാളികൾ മാറി തുടങ്ങിയതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങളൊരാൾ. എന്തൊക്കെയാണ്, എന്ത് സംസ്കാരമില്ലാത്ത ഭാഷയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് പറയുന്നത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുവെന്നോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്തു എന്നോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കുരുപൊട്ടേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ലൈക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അതിനെപ്പറ്റി ബോധേഡാവുന്നു? നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആണോ? നിങ്ങൾ എന്ത് ഇൻഫ്ലുവൻസാണ് ബാക്കിയുള്ളവർക്ക് നൽകുന്നത്? പണ്ട് ഹൈറ്റിൻ്റെയും നിറത്തിൻ്റെയും വണ്ണത്തിൻ്റെ ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർക്ക് ഇവരെ പോലെയുള്ള ആൾക്കാർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന കോൺഫിഡൻസ് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങൾ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വസ്ത്രം ധരിച്ചിറങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഷോൾ ഇടാതെ പുറത്ത് പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ കയ്യില്ലാത്ത വസ്ത്രം ധരിക്കുന്നതും ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളാ വന്നിരുന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞത്. വിവരമില്ലായ്മേനെ ഇത്രയും അലങ്കാരമായിട്ട് ഒരാൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു തന്നിരിക്കുന്നു. കഷ്ടം തന്നെ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇന്നത്തെ ദിവസം കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ലൈക്ക് സീരിയസ്ലി ബ്രോ.